ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നീളം 23.5 സെൻറ്റിമീറ്ററും അതിൻ്റെ വീതി 17.5 സെൻറ്റിമീറ്ററും അതിൻ്റെ വിഡ്ത്ത് വരുന്ന 2.5 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു A4 ഷീറ്റിലിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഏതാണോ സൈസ് അതിനനുസരിച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ആ ഒരു സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പേപ്പർ 4 വശം കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞാൻ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്കിലും അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ക്രോസ് ചെയ്ത് വെട്ടിയതിന് ശേഷം ബാക്കിലോട്ട് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഒരു അളവ് മാത്രമാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ ഏതാണോ അതനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ട ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഈ ചുരുട്ടി എടുക്കുന്ന മുമ്പത്തുള്ള ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ 3 എണ്ണമാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് ന്യൂസ് പേപ്പർ ഇങ്ങനെ എടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ടിഷ്യൂ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇങ്ങനെ ചുരുട്ടി എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ടിഷ്യൂ എല്ലാവരെയും ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ ഇങ്ങനെ മൂന്നെണ്ണം എടുത്തിട്ട് മുകൾ ഭാഗം പശ തേച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ മുടി മെടയുന്ന പോലെ മെടയാട്ടോ ചെയ്യേണ്ടത്. നമ്മൾ സാധാ മുടി മെടയുന്ന പോലത്തെ നമുക്ക് മുടയാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് മുടയും തോറും മുകൾ വശം ഒന്നിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അങ്ങനെ കംപ്ലീറ്റ് അത് മുടഞ്ഞതിന് ശേഷം അത് അടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൈസ് ആകുമ്പം ജസ്റ്റ് ഒന്ന് വെള്ളം തുടച്ചിട്ട് നമ്മളിങ്ങനെ കൈ വെച്ച് ഉരുട്ടുമ്പോൾ തന്നെ അത് നമ്മൾ തിരി തിരക്കില്ല, അതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ചെയ്യാം. അപ്പം നമുക്ക് നല്ലൊരു വൈറ്റ് കളറിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് എൻ്റെ കയ്യിൽ ടിഷ്യൂ ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ച് ചെയ്തത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ കണ്ട മുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ സൂം ചെയ്യുമ്പോൾ കാണിക്കുന്ന പോലെ തന്നെ മുടഞ്ഞതിന് ശേഷം അടിയിൽ നമ്മളിതുപോലെ പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അത് കാരണം സെക്യൂർഡ് ചെയ്യുന്നത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട്. പിന്നെ കണ്ടോ ഞാനിപ്പോൾ നമുക്ക് ഈ 4 സൈഡ് ഉണ്ടല്ലോ ഫ്രെയിമിൻ്റെ 4 സൈഡിൽ സെൻറ്ററിൽ വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അതിൻ്റെ സൈഡിൽ നമുക്ക് വേറെ ഒട്ടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിൽ വരുന്ന ആ ഒരു വീതിയുടെ നടുക്കിൽ വേണം ഈ ഒരു മെടഞ്ഞത് നമ്മൾ 4 സൈഡും നമ്മുടെ അളവിനനുസരിച്ച് നമ്മളിപ്പോൾ മെടഞ്ഞതിൻ്റെ ഇപ്പോൾ വലിപ്പം ചെറുപ്പം അനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണം. ഒന്ന് ലൈക്കും കൂടെ ഷെയറും കൂടെ ചെയ്യണേ. അപ്പം ഞാനിത് എല്ലാം ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ ചെയ്യുന്ന ഫിനിഷിങ് ലുക്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. അധികം ചിലവൊന്നുമില്ല. അത് പശയുടെ ആവശ്യം മാത്രമേ നമുക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതുപോലെ തന്നെ ട്യൂബ് പോലെ തന്നെ ചുരുട്ടിയെടുത്തേക്ക് ന്യൂസ് പേപ്പർ തന്നെ ഈ 2 സൈഡിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അതൊരു നമുക്കൊരു ഫ്രെയിമിൻ്റെ കറക്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ട് നമുക്കിപ്പോൾ ആരും പറയില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ഫുൾ ഒട്ടിച്ചതിന് കളർ ചെയ്തതിന് ശേഷം മെറ്റാലിക് കളറൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഗോൾഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സിൽവറൊക്കെ വേണമെങ്കിൽ അതും കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രെയിമിൻ്റെ അനുസരിച്ച് അതേ വലിപ്പമുള്ള ഒരു കാർഡ്ബോർഡും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബാക്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അതിൽ നമ്മളിതുപോലെ ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റിലോട്ടോ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിക്കണം. നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഫിനിഷിങ്ങിൽ നമുക്കൊരു ഫ്രെയിം പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഞാൻ 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാർഡ്ബോർഡ് കുറച്ച് സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മളൊരു പശയും കൂടെ തേച്ചിട്ട് നമ്മളൊരു വരിഷീറ്റും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബാക്കിൽ ഇത് ആരും കാണില്ലെങ്കിൽ കൂടി നമുക്കിത് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചുട്ടിക്കാം. പിന്നെ ഇത് നമുക്ക് OHP ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വേണേൽ മേടിക്കാൻ കിട്ടും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടും. ഇതിപ്പോൾ എനിക്ക് മോപ്പ് മേടിച്ചപ്പോൾ കിട്ടിയതാട്ടോ. ഇപ്പോൾ മോപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കിട്ടുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ വൈറ്റ്, നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, അത് വെച്ചിട്ട് നമ്മൾ 4 സൈഡിൽ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം 3 സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 സൈഡിൽ നമ്മൾ പശ തേക്കാൻ പാടുള്ളൂ. 4ാമത്തെ സൈഡ് തേക്കരുത്. കാരണം നമുക്ക് ഫോട്ടോ ഇറക്കാനുള്ള ഒരു സൈഡിൽ ഗ്യാപ്പ് വേണം. അങ്ങനെ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഫ്രെയിമായിട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ചെയ്യാം കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചുമരും